ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള പുളിച്ചിക്ക കാണിച്ചു തരാനായിട്ടോ വന്നത്. നിങ്ങൾ ഈ വലിയ പുളിച്ചിക്ക കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഈ വലിയ പുളിച്ചിക്ക ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ള പുളിച്ചിക്ക, നമ്മുടെ സാധാരണ പുളിച്ചിക്ക പോലെയൊന്നുമല്ല, നല്ല മധുരമുള്ള പുളിച്ചിക്ക. ഇതൊക്കെ ഒരു കൊമ്പ് നിറയെ ആയിട്ട് ഇവിടെ പിടിച്ചു കിടക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ നിന്ന് വിളഞ്ഞങ്ങ് നോക്കി പറിക്കാം. ഇതൂ നിൽക്കുന്നത് കണ്ടോ, അത് വിളഞ്ഞാൽ നിൽക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പറിക്കാം. കുറച്ച് പ്രയാസമായിട്ട് പറിക്കാൻ, കുറച്ച് പൊക്കത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇത് വിളഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടെ നല്ല മഞ്ഞ കളറാണ്, എന്നാലും ഇതിലൊരു ഇളം മഞ്ഞ നിറമുണ്ട്. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതെന്താണ്ട് ഇതേ ഒരു ഇളം മഞ്ഞ, അതായത് പഴുക്കുന്ന ഇതാണ്. ഇപ്പം എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അത്യാവശ്യം ഉയരം കുറവാണ്, നമുക്ക് കയ്യെത്തി പറിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെയൊക്കെ. ഇത് ഒരുപാട് പേര് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാം. അപ്പം ഇതൊരു പുളിച്ചിക്ക മരം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു പുളിച്ചിക്ക മരം കാണിച്ചു തരാം. ഇതോ അവിടെയാണ് കേട്ടോ ഒരു പുളിച്ചിക്ക മരം ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. സൂക്ഷിച്ചൊക്കെ പോണം, മഴയൊക്കെ പെയ്ത് നല്ല തൊളി പിടിച്ച് കിടക്കാം. കണ്ടോ നിങ്ങൾ പുളിച്ചിക്ക മരം? ഇഷ്ടംപോലെ പുളിച്ചിക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറവാ മരത്തിൽ, കുറേ പഴുത്ത് വീണങ്ങ് പോയി. എന്നാലും നമുക്ക് ഒന്ന് രണ്ടൊക്കെ കാണുമായിരിക്കും. നോക്കാം. നോക്കിക്കേ, കുറച്ച് മാത്രമേ ഉള്ളൂ. നിറയെ പിടിച്ച് കിടന്നതാ കേട്ടോ. ഇപ്പം എന്തോ കുറച്ച് മാത്രമേ പിടിക്കുന്നുള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം പറിക്കാം. നോക്കിക്കേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാനത് കഴിച്ചു കേട്ടോ, നല്ല രുചിയാണ്. പക്ഷേ നമുക്കിത് പച്ചയായിരുന്നാലും കുറച്ച് വിളഞ്ഞാലും നമുക്ക് കഴിക്കാം. പക്ഷേ ഇതങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല, ഒടുക്കത്തെ പുളിപ്പാണ്. എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്ത് പുളിപ്പാന്നറിയാമോ? ഇവിടെ കോവയ്ക്ക ഉണ്ട് കേട്ടോ, നമുക്ക് കോവയ്ക്ക ഒന്ന് പറിക്കാം. ഒരു കുഞ്ഞൻ കോവയ്ക്ക നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ഒരു ഫ്രൂട്ട് കാണിച്ചു തരാം. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഫ്രൂട്ടാണോ, അല്ലെങ്കിൽ ഇത് വിശക്കാ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഇതൊരു ഫ്രൂട്ടാണ്. ഇത് കുറച്ച് പഴുക്കുമ്പോഴത്തേനും നല്ല വെള്ള കളറിൽ വരും കേട്ടോ. നോക്കിക്കേ, നിങ്ങളിതൊക്കെ കണ്ടു കാണും. ഇത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ കഴിക്കാനൊന്നും പറ്റത്തില്ല, നല്ല ചവർപ്പാണ്, അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കുറച്ച് ഹെൽത്തിയാണ്. നമുക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര സ്കിൻ കെയറൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അതിന് തൽക്കാലം പറിക്കുന്നില്ല, അതവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറെ നമുക്ക് നോക്കിയാലോ. ഇത് ജാമ്പമരമാണ് കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം ജാമ്പയ്ക്കൊന്നും കാണിച്ച് പിടിച്ചിട്ടില്ല. എന്തായാലും പിടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മധുരമുള്ള ജാമ്പയ്ക്ക. നോക്കിക്കേ, എന്ത് മനോഹരമാണ് ഇവിടെ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലം മുഴുവനും നമ്മൾ ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് പ്രകൃതി ആസ്വദിക്കാം. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് കണ്ടോ, ഇതൊരു ഫ്രൂട്ടാണ്. ഫ്രൂട്ട് കഴിക്കുന്ന മരമാണ് ഇത്. ചെറുതാണ്, വലുതാവുന്നതേ ഉള്ളൂ. പീനട്ട് ഫ്രൂട്ട് എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് ചെറുതാണ്, കുറച്ചും കൂടെ വലുതായാലും നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് കാറ്റത്തൊടിഞ്ഞ് വീണതുകൊണ്ട് കുറച്ച് വലുതായതാണ്. കാറ്റത്തൊടിഞ്ഞ് വീണതുകൊണ്ട് നമ്മൾ വേറൊരുത്തനെ നമ്മൾ നട്ടുപിടിച്ചിരിക്കുകയാണ്. അവൻ ഉടനെ വലുതാവും, നമുക്കിത് കഴിക്കാം. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇനിയും വെച്ച് പിടിപ്പിക്കണം, അത് ഞങ്ങൾ കാണിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.